ഇതൊക്കെ നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സോഷ്യൽ എൻ്റർപ്രണർഷിപ്പാണ്. സമൂഹത്തിന് ഗുണം വരുന്നൊരു കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി തന്നെ. ഇപ്പോൾ തന്നെ നമ്മളിപ്പോൾ കേരളത്തിൽ ഈ ഓപ്പറേഷൻ തുടങ്ങിയതിൻ്റെ പേരിൽ എത്ര ലക്ഷം ബോട്ടിൽ വിഷം കുറച്ചിട്ടുണ്ടാവും കേരളത്തിൽ. അത് ഒരു പുണ്യകർമ്മമല്ലേ? ഓട്ടോമാറ്റിക്കായിട്ട് നാച്ചുറലി നമുക്ക് ആ ചെയ്യുന്ന പരിപാടി തന്നെ നമുക്ക് അത്ര അനുഗ്രഹം കിട്ടുന്ന കാര്യമല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം വേണ്ടത് നമുക്കിതിനകത്ത് ലക്ഷങ്ങളോ കോടികളോ മുടക്കി അല്ല വരുന്നത്. അതുകൊണ്ട് നമ്മുടെ എന്താണ് നമുക്കൊരു മാസം 50,000 രൂപ വെച്ച് വന്നാൽ എന്തെല്ലാം അഡീഷണലായിട്ട് ചെയ്യാം. മാസം 1 ലക്ഷം രൂപ ഇൻകം ഉണ്ടാവണം, മാസം 2 ലക്ഷം രൂപ ഉണ്ടാവണം, അല്ലെങ്കിൽ 2 ലക്ഷം രൂപയുടെ മുകളിലുണ്ടാവണം. ഇതിന് വ്യക്തമായ പ്ലാനുണ്ടോ, ഇതിനുള്ള നീഡ് നമുക്കുണ്ടോ? ഇതാണ് ആദ്യം അറിയേണ്ടത്. ഇത് കൃത്യമായിരിക്കണം. ഇത് കൃത്യമാണെങ്കിൽ അതിൽ ഫോക്കസ്. കാരണം നമുക്കത് കൊളുത്തിയിടാനൊരു സാധനം വേണമല്ലോ. ഇതിനകത്ത് നമ്മൾ ലക്ഷങ്ങളും കോടികളും മുടക്കിയിട്ടില്ല. പിന്നെ എന്താണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത്? നമ്മളെ പിന്നെ മുമ്പോട്ട് നയിക്കുന്നത് നമുക്ക് വ്യക്തമായ ആവശ്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. നമ്മൾ അടിയുറച്ച് അതിനകത്ത് അത് കിട്ടുന്നിടം വരെ അതിനകത്ത് അടിയുറച്ച് നിൽക്കാനും നമ്മൾ തയ്യാറാണെങ്കിൽ ഇത് വേറെ ആർക്കും ഉണ്ടാക്കി തരാൻ പറ്റില്ല. ഇത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കണം. നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ 2 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റുമോ? 2 ലക്ഷം ഒന്നുമല്ല, അതിനേക്കാളൊക്കെ കൂടുതൽ ഉണ്ടാക്കുന്നവർ ധാരാളം പേരുണ്ട്. സാധാരണക്കാർ ഞാനിപ്പം ഡയറക്റ്റ് സെല്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ വേറൊരു കമ്പനിയിലാണെങ്കിൽ നമുക്കിത് പറയാനുള്ള കോൺഫിഡൻസ് ഇത്രയില്ല. വളരെ സാധാരണക്കാർ, നിങ്ങൾ പല ആൾക്കാരും കണ്ടിട്ടുണ്ടായിരിക്കും. വളരെ സാധാരണക്കാരായ, വളരെ കൃഷി മാത്രം ചെയ്ത് പഞ്ചായത്ത് വിട്ട് പോയിട്ടില്ലാത്ത ആൾക്കാരും ഒക്കെ ഇതിനകത്ത് വലിയ ഇൻകം മേടിക്കുന്ന ധാരാളം പേരുണ്ട്. വലിയ അമാനുഷിക ശക്തിയുള്ളതുകൊണ്ടൊന്നുമല്ല. ഒരു കഠിനാധ്വാനം ചെയ്യുന്നു, ആത്മാർത്ഥമായിട്ട് ആൾക്കാരുടെ കൂടെ ഇറങ്ങി പ്രവർത്തിക്കുന്നു, ശരിയായ കാര്യങ്ങൾ പഠിക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ നല്ല വരുമാനം ഉണ്ടാക്കുന്ന ധാരാളം പേരുണ്ട്. അപ്പോൾ 50,000 രൂപയുടെ നിങ്ങൾക്ക് ഒരു മാസം 50,000 രൂപ അഡീഷണലായിട്ട് കിട്ടിയാൽ വല്ലതും ചെയ്യാനുണ്ടോ? 1 ലക്ഷം കിട്ടിയാൽ, 2 ലക്ഷം കിട്ടിയാൽ, 2 ലക്ഷം എബോവ് കിട്ടിയാൽ വല്ലതും ചെയ്യാനുണ്ടോ എന്നുള്ളതിന് വ്യക്തമായൊരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് നിങ്ങൾ എഴുതി വെക്കുക. എഴുതി വെച്ചാലേ ക്ലാരിറ്റി. എന്ത് സാധനവും നമ്മൾ പേപ്പർ എടുത്ത് എഴുതുമ്പോഴേ ക്ലാരിറ്റി വരുള്ളൂ. വ്യക്തമായിട്ട് എഴുതി വെക്കുക എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ മൊത്തം ഒരു അലോക്കേഷൻ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എപ്പോഴും ഹൗ ടു ജനറേറ്റ് ഇൻകം. എങ്ങനെയാണ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് അതറിഞ്ഞിരിക്കണം. നമ്മൾ മാർക്കറ്റിംഗ് പ്ലാനൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. എങ്കിലും ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 3R പ്രിൻസിപ്പിൾ എന്ന് പറയും. 3R പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ റീറ്റെയിൽ, റിക്രൂട്ട്, റീറ്റെയിൻ എന്നാണ് പറയുന്നത്. റീറ്റെയിൽ ചെയ്യുക എന്ന് പറയുന്നത്, നമ്മൾ റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഡെയിലി നടന്നുകൊണ്ടിരിക്കുക. അതൊന്നൊരു പ്രത്യേകിച്ച് നമ്മൾ ഗ്രീൻ പ്ലാനറ്റിൻ്റെ ഒരു പ്രൊഡക്റ്റും വലിയ ഭയങ്കര അഗ്രസീവ് മാർക്കറ്റിംഗ് ഒന്നും ഇല്ലാതെ തന്നെ പോകുന്നുണ്ട്. റീറ്റെയിൽ ചെയ്യുക. പലരും ഫസ്റ്റ് പോർഷൻ മാത്രമേ പലരും ചെയ്യുന്നുള്ളൂ. ചിലർ ഫസ്റ്റ് മാത്രം ചെയ്താൽ നമ്മൾ ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു 33% പോർഷനേ ചെയ്യുന്നുള്ളൂ. അതിൽ നമ്മൾ പെരിഫറി, അതായത് നമ്മൾ കടപ്പുറത്തോട് നടന്നിട്ട് അവിടെ കക്കായൊക്കെ പെറുക്കി നടക്കുന്ന ലെവലിലാണ്. അത്രേ ആയിട്ടുള്ളൂ എന്നർത്ഥം. റീറ്റെയിൽ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ കക്ക പെറുക്കി നടക്കുന്നു എന്നുള്ള ലെവലിലേ ആയിട്ടുള്ളൂ. മീനിലേക്കൊന്നും എത്തിയിട്ടില്ല. രണ്ടാമത്തത് റിക്രൂട്ട്. നിങ്ങളുടെ ടീമിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുക. അതിനകത്ത് നമ്മൾ ആൾക്കാർക്ക് കോൺഫിഡൻസ് കൊടുക്കുക, ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കുക, ബിസിനസ് പറഞ്ഞ് മനസ്സിലാക്കുക, ഇങ്ങനത്തെ കുറേ. അതാണ് റിക്രൂട്ട് എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങൾ 3R എന്നാണ് അതിന് പറയുന്നത്. 3R പ്രിൻസിപ്പിൾ. റീറ്റെയിൽ, റിക്രൂട്ട്, റീറ്റെയിൻ. അതിൻ്റെ അർത്ഥം എന്താ അറിയോ? റീറ്റെയിൽ ചെയ്യുക, റിക്രൂട്ട് ചെയ്യുക, റീറ്റെയിൻ ചെയ്യുക. ഇന്ന് കമ്പനികളെല്ലാം നേരിടുന്ന, മൾട്ടിനാഷണൽ കമ്പനികൾ പോലും നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് റീറ്റെയിൻ ചെയ്യുക, കസ്റ്റമറെ നിലനിർത്തുക. വൺ ടൈം നമ്മൾ ഫുട്പാത്തിൽ നിന്ന് സാധനം വെച്ച് പോകുന്നൊരു പരിപാടിയല്ല. ഗ്രീൻ പ്ലാനറ്റിൻ്റെ പ്രത്യേകിച്ച് സാധനങ്ങൾ റീറ്റെയിൽ, അവരെ നിലനിർത്തണം. അപ്പം നമ്മൾ സുതാര്യമായിരിക്കണം. നാളെയും നമ്മൾ കണ്ട വളരെ ബഹുമാനത്തോടെ നമ്മൾ പെരുമാറണം. ആ രീതിയിലുള്ള മാന്യത നമ്മുടെ പെരുമാറ്റത്തിലും എല്ലാ കാര്യത്തിലും ഉണ്ടാവണം. അപ്പോൾ റീറ്റെയിൻ ചെയ്യുക, അവരെ നിലനിർത്തുക, നമ്മുടെ ടീമിനെ നിലനിർത്തുക, നമ്മുടെ കസ്റ്റമറെ നിലനിർത്തുക. അവരുമായിട്ടുള്ള ലോങ് ടൈം റിലേഷൻഷിപ്പാണ് ബിസിനസ്. ഒരിക്കലും വൺ ടൈം വിറ്റ് പോകുന്ന ഒരു പരിപാടിയല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ലോങ് ടൈം റിലേഷൻഷിപ്പിലൂടെ ആണ് നമ്മൾ വലിയ ബിസിനസ്സിലേക്ക് ഉണ്ടാകുന്നത്. ഈ 3R നമ്മൾ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യുകയും കൂടെ വരുന്നവരെല്ലാം പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. റീറ്റെയിൽ ചെയ്യുക, റിക്രൂട്ട് ചെയ്യുക, റീറ്റെയിൻ ചെയ്യുക. എല്ലാ ദിവസവും നടക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാ ദിവസവും. ഈ ഫസ്റ്റിന് ബുദ്ധിമുട്ടില്ല ചിലർക്കെങ്കിലും റീറ്റെയിൽ ചെയ്യും. അതിന് വേറെ തടസ്സങ്ങളൊന്നുമില്ല. ആരോട് പറഞ്ഞാലും സാധനം മേടിക്കുന്നുണ്ട്, ആരോട് പറഞ്ഞാലും ഏറ്റവും ഈസി ആയിട്ടുള്ള പരിപാടിയാണ്. അത് നമ്മുടെ കടപ്പുറത്തൂടെ കക്കാ പെറുക്കി നടക്കുന്നു, അവിടം വരെ ആയിട്ടുള്ളൂ. അടുത്തത് റിക്രൂട്ട് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നമ്മൾ ഒരു മത്തി കായലേക്ക് പിടിക്കുന്ന അവിടം വരെയായി. തിമിംഗലത്തിനെ കിട്ടണമെങ്കിൽ റീറ്റെയിനിങ് വേണം. റീറ്റെയിനിങ് വേണം, ക്യാരക്ടർ ഇമ്പ്രൂവ് ചെയ്യണം. നമ്മൾ എല്ലാ ദിവസവും നമ്മൾ പറയുന്നതും ചെയ്യുന്നതും പ്രവൃത്തിയും വാക്കും ഒക്കെ ഒരുപോലെ പോയാൽ മാത്രമേ മൂന്നാമത്തെ സ്റ്റേജിലെത്തുള്ളൂ. നമ്മളൊരു വൺ ടൈം കച്ചവടം നടത്തി പോകുന്നതല്ല. നമ്മൾ പറയുന്ന കാര്യത്തിന് വ്യവസ്ഥ ഉണ്ടാവുകയും പറയുന്ന പോലെ ചെയ്യുക. ഒരു കസ്റ്റമറോടാണെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂട്ടറോടാണെങ്കിലും പറയുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ഈ റീറ്റെയിൻ ചെയ്യുന്നതിനകത്താണ് ഏറ്റവും കൂടുതൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. റീറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ കസ്റ്റമറെ ആണെങ്കിലും ഡിസ്ട്രിബ്യൂട്ടറെ ആണെങ്കിലും കസ്റ്റമറെ റീറ്റെയിൻ ചെയ്യുന്നതിന് എന്താ ചെയ്യേണ്ടത്? കസ്റ്റമറെ റീറ്റെയിൻ ചെയ്യണേ അവർ വാങ്ങിയ സാധനങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടോ, അത്
ഒരു ഒരു സാധനം നമ്മുടെ ഇത് പൈസ തന്ന് ഒരാൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ ഇങ്ങോട്ടാണ് ആദ്യത്തെ ഫോൺ വിളിക്കുന്നെങ്കിൽ നമുക്ക് മൈനസ് മാർക്കാണ്. അതായത് ഒരു പ്രൊഡക്റ്റ് അവർക്കറിയാൻ മേലാത്തൊരു പ്രൊഡക്റ്റ് നമ്മളെ വിശ്വസിച്ച് ഒരാൾ നമ്മുടെ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് പൊട്ടിച്ചോ ഉപയോഗിച്ചോ എന്ന് ചോദിച്ചാൽ അങ്ങോട്ട് കോള് പോകുക എന്നുള്ളതാണ് ഒരു ശരിയായിട്ടുള്ള ഒരാളാണ് ചെയ്യുന്നത്. അവരിങ്ങോട്ട് ഈ സാധനത്തിൻ്റെ ഉപയോഗം പറയാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത് മൈനസ് മാർക്കാണ് നമുക്ക്. അതല്ല ശരി. അതായത് അവർ നമ്മുടെ നിന്ന് നമ്മളെ വിശ്വസിച്ച് 5000 രൂപയുടെ സാധനം മേടിച്ചു, 10000 രൂപയുടെ സാധനം മേടിച്ചാൽ പിറ്റേ ഞാനൊക്കെ ചെയ്തിട്ടുള്ളിടത്തോളം മുഴുവൻ അത് കോൺഫിഡൻസില്ല ചെയ്യത്തില്ല. അവരെ പൊട്ടിച്ച് അവരുടെ കയ്യെ പിടിച്ച് ആ സാധനം ഉപയോഗിപ്പിച്ച് അവിടെ മരുന്നടിക്കുന്ന പണിക്കാരൻ്റെ കയ്യെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. ആ സാധനം കൃത്യമായിട്ടാണ്. കാരണം അതൊക്കെ തുടക്കത്തിൽ നിങ്ങളൊന്നും വന്നപ്പോൾ അത്രയും ബുദ്ധിമുട്ടുള്ള സ്റ്റേജ് കഴിഞ്ഞു. നമ്മളൊക്കെ വന്നപ്പോൾ ഇവിടെ ഒരാൾ ഉപയോഗിച്ചിട്ടുള്ളവരില്ല, റിസൾട്ട് ഉണ്ടാക്കിയവരില്ല, നമുക്കും അറിയാൻ മേല. നമ്മൾ അവരുടെ കൂടെ പോയി ഈ സാധനം പൊട്ടിച്ച് മിക്സ് ചെയ്ത് അവരുടെ പണിക്കാരൻ സ്പ്രേ ചെയ്യുന്നവരുടെ കയ്യെ വരെ നമ്മൾ നേരെ പിടിച്ച് ഈ സാധനം ഉപയോഗിക്കുന്നത് കറക്റ്റായിട്ടാണ് ഉപയോഗിച്ച് കറക്റ്റായിട്ട് റിസൾട്ട് നമ്മൾ മോണിറ്റർ ചെയ്യും. നമ്മൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ ഒരാളൊരു സാധനം നിങ്ങൾ തന്നെ ആലോചിച്ച് വയ്ക്കുക. ഇതൊരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു സംഭവമാണ്. നമ്മളൊരു കടയിൽ നിന്നൊരു സാധനം മേടിച്ചുകൊണ്ട് വന്നതിന് ശേഷം ആ കടക്കാരൻ തന്നെ നമ്മളെ ഫോൺ വിളിക്കുകയാണ്. എങ്ങനെയുണ്ടോ സാധനം ഉപയോഗിച്ചോ, ഓപ്പൺ ചെയ്തോ, പെട്ടി ഓൺ ചെയ്തോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ, ഇന്ന പോലെയാണ് ചെയ്യേണ്ടതെന്നൊരു ജനറൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ വിളിക്കാൻ മടിക്കരുത് കേട്ടോ എന്ന് പറയുമ്പം തന്നെ ആൾ പോസിറ്റീവായി. പിന്നെ റിസൾട്ട് കിട്ടിയില്ലേ പോലും അവർ പോസിറ്റീവായി. നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ടൊരാളാണ് അങ്ങേ സൈഡിൽ നിൽക്കുന്നതെന്ന് വരുമ്പം തന്നെ ആൾക്കാർ പോസിറ്റീവാകും. ഉത്തരവാദിത്വം ഉള്ള ഒരാളുമായിട്ട് ഡീൽ ചെയ്യാനാണ് ഏതൊരാളും ആഗ്രഹിക്കുന്നത്, അല്ലേ? ഉത്തരവാദിത്വം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അയാൾ ഉത്തരവാദിത്തമുള്ള ഒരാളാണ്. ചെറിയ മിസ്റ്റേക്കുകൾ വന്നാൽ റിസൾട്ട് കിട്ടിയില്ലെങ്കിലും ആൾക്കാർ ക്ഷമിക്കും. നമ്മൾ ഉത്തരവാദിത്തമുള്ള ഒരാളാണ്. നമ്മളൊരു കാര്യം പറഞ്ഞാൽ അയാൾ പറയുന്ന കാര്യത്തിന് ഉത്തരവാദിത്തം. ഇപ്പോൾ എന്നോട് ഞാൻ വാഴക്കുളത്തൊരു വലിയൊരു ഗ്രൂപ്പുണ്ട്. കാരണം ആ ഗ്രൂപ്പിലുള്ളവരെല്ലാവരും കൂടി എനിക്കൊന്നൊരു 10000 ഏക്കർ ഉണ്ടാവും ആ ഗ്രൂപ്പിലെല്ലാവരും കൂടി. വാഫ എന്ന് പറയും, വാഴക്കുളം അഗ്രോ ഫാമേഴ്സ് എന്നൊക്കെ പറഞ്ഞ ഒരു അസോസിയേഷൻ. അതിൻ്റെ ഒരു പ്രസിഡൻ്റുണ്ട്, ഇപ്പോൾ തോമസ് ചേട്ടൻ, എടപ്പഴം തോമസ് എന്ന് പറയും. തോമസ് ചേട്ടനെ ഒരാളെന്നെ പരിചയപ്പെടുത്തി. തോമസ് ചേട്ടൻ്റെ അടുത്ത് ആദ്യം ചെന്നു. അപ്പം തോമസ് ചേട്ടന് ഭൂമി പവറാണ് ആദ്യം കൊടുത്തത്. ഈ ഭൂമി പവർ കൊടുത്തതിന് ശേഷം ഞാൻ മിക്കവാറും ദിവസം തോമസ് ചേട്ടനെ വിളിക്കും. തോമസ് ചേട്ടൻ ഉപയോഗിച്ചോ, പൊട്ടിച്ചോ, ഇട്ടോ, എവിടം വരെയായി, എന്തെങ്കിലും വ്യത്യാസം കണ്ടോ, എത്ര എണ്ണത്തിന് ഇട്ടു, അത് ഇന്ന പോലെ ഇട്, ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം പുള്ളി എന്നെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നമ്മുടെ അവിടെ ഞങ്ങളൊരു മീറ്റിംഗ് ഉണ്ട്, അവിടെ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പോയി. അപ്പോൾ അവിടെ പ്രസൻറ്റ് ചെയ്യാൻ വിളിച്ചപ്പോൾ എന്നെ വിളിച്ചപ്പം പുള്ളി പറഞ്ഞൊരു വാക്കാണ് പ്രധാനം. ഈ പ്രോഡക്റ്റും ഇതിനെനിക്ക് ഞാൻ വിളിക്കാൻ കാരണം ഞാൻ ഇവരുടെ ഇന്ന് ഞാൻ ഗണേശനോട് ഇതൊന്നും പറഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. വിളിക്കാൻ കാരണം ഞാൻ ഈ സാധനം മേടിച്ച ഭൂമി പവർ അത് ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്ന് തോന്നിയിരുന്ന തെങ്ങിനും ഇതുപോലത്തെ സാധനങ്ങൾക്ക് തന്നെയാണ് ഞാൻ ഇട്ടത്. അത് ഞാൻ പരീക്ഷിച്ച് നോക്കി. ഇപ്പോൾ 3 മാസമായി. അതിൻ്റെ വ്യത്യാസവും ഗ്രോത്തും എല്ലാം ഞാൻ മനസ്സിലാക്കിയോണ്ടാണ് വിളിച്ചത്. പിന്നെ ഇദ്ദേഹത്തെ വിളിക്കാനുള്ള കാരണം പ്രൊഡക്റ്റിൻ്റെ റിസൾട്ട് മാത്രമല്ല, ആ പ്രൊഡക്റ്റ് ഞാൻ മേടിച്ചതിന് ശേഷം പുള്ളിക്കാരൻ അതിനെടുത്ത എഫേർട്ട് അതിൻ്റെ പുറകെ ഇന്ന് വരെ ഞാൻ ഒരാളെയും കണ്ടിട്ടില്ല. അത് വിളിച്ച് ഉപയോഗിച്ചോ, പൊട്ടിച്ചോ, ഇട്ടോ, എത്ര ഇട്ടോ, എങ്ങനെ ഇട്ട്, ഇങ്ങനെ നമ്മൾ വിളിച്ചുകൊണ്ടിരുന്ന ആ ഒരൊറ്റ സാധനത്തിനെ കൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തെ കാരണം അത് ഇന്ന് വരെ എനിക്ക് ഒരു സ്ഥലത്തൊന്നും കിട്ടിയിട്ടില്ലാത്തൊരു സർവീസാണ് എന്ന്. പിന്നെ രാജേഷൻ മറ്റേ നമ്മൾ എരുമേലിലൊരു ഇതിൻ്റെ മുകളിൽ കയറി ഒരാളുടെ ഡൊമിനിക് സാറിൻ്റെ വീട്ടിൽ പോയി ഓർക്കുന്നുണ്ടോ, മീൻകുളം. പുള്ളിയുടെ ഒരു മീൻകുളത്തിനോട് ചേർന്ന് ഒരു 2 മാവുണ്ട്. ആ മാവ് നിറയെ പൂത്ത് നിൽക്കുക, മാങ്ങയുണ്ട്. മീൻകുളം 2 വലിയ മീൻകുളമുണ്ട്. ആ മീൻകുളത്തിനകത്ത് മുഴുവൻ മീനുമുണ്ട്. മാവേൽ ഫംഗസ് അടിച്ചു. മാവേൽ പുള്ളിക്ക് ഫംഗിസൈഡ് പുള്ളിക്ക് അറിയാം. മാർക്കറ്റിൽ നിന്ന് കെമിക്കൽ ഫംഗിസൈഡ് മേടിച്ചടിച്ചാൽ മാവിൻ്റെ ഫംഗസ് പോകുന്ന പുള്ളിക്ക് ഉറപ്പുണ്ട്. പക്ഷേ മാവിൻ്റെ ഫംഗസ് പോയാൽ മീൻകുളത്തിലെ മീൻ ചത്തുപോകും. കെമിക്കൽ അടിച്ചാൽ പുള്ളി കൊണ്ട് ഒരാഴ്ച ഓർക്കുന്നുണ്ടാവും. കെമിക്കൽ അടിച്ചാൽ മാങ്ങ രക്ഷപ്പെടും, ലക്ഷക്കണക്കിന് രൂപയുടെ മീൻ ചത്തുപോകും. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് പുള്ളി എന്നെ ഇങ്ങോട്ട് വിളിച്ചു. ഞാനവിടെ ചെന്നു. അപ്പോൾ സർവീസ് പറഞ്ഞു. അവർക്ക് വലിയ ഫാമിലിയാണ്, കരിപ്പാപ്പറമ്പിൽ എന്ന് പറയും. അവർക്ക് 3000 ഏക്കർ 4000 ഏക്കറൊക്കെ ഉള്ളവരാണ്. അപ്പോൾ പുള്ളിയോട് ഞാൻ PPFCയും സ്ട്രെസ് ഔട്ടും ഈ സാധനങ്ങൾ കൊടുത്തിട്ട് പറഞ്ഞു, സംശയം ഉണ്ടെങ്കിൽ പുള്ളി ഗണേശൻ വീണ്ടും ഞാൻ പറയുകയാണ്, മീൻ ചാവരുത്, ലക്ഷക്കണക്കിന് രൂപയുടെ മീനുണ്ട്. ഇതിനകത്ത് ഒന്നേ കിട്ടുള്ളെങ്കിൽ എനിക്ക് മീൻ മതി, മാങ്ങ പോട്ടേന്ന് ഞാൻ വെക്കും. 2ഉം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. 2ഉം കിട്ടുമെന്ന് സംശയം ഉണ്ടെങ്കിൽ, മീൻ ചാവുമെന്ന് സംശയമുണ്ട്, ദയവേത് അടിക്കാൻ പറയരുത്, ലക്ഷക്കണക്കിന് രൂപയുടെ മീനുണ്ട്, സംഭവം ഗൗരവമുള്ള വിഷയമാണെന്ന് പറഞ്ഞു. ഞാൻ ധൈര്യം പറഞ്ഞു കൊടുത്തു. സാറ് ഒരു കാര്യം മീൻ കൊടുക്കുന്നതിനും വേണം സാറ് ശാലം കഴിച്ച് നോക്കിക്കോ, വല്ലതും പറ്റുന്നുണ്ടോന്ന് അറിയാമല്ലോ എന്ന് ചുമ്മാ തമാശയായിട്ട് പറഞ്ഞു. എങ്കിലും നമ്മുടെ ഉള്ളിൽ ചെറിയൊരു പേടിയുണ്ട്. എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾക്കറിയാം സേഫ് പ്രോഡക്റ്റാണെന്ന് അറിയാമെങ്കിലും ഒരു ചെറിയൊരു പേടി നമ്മുടെ ഉള്ളിലുണ്ട്. 2 ദിവസം കഴിഞ്ഞപ്പം വിളിച്ചിട്ട് പറഞ്ഞു, അയ്യോ എന്നുവെച്ചാൽ അത് ഞാൻ വിചാരിച്ച പോലെ അല്ല എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഞെട്ടി. അന്നേരം പറഞ്ഞു, അല്ല മാങ്ങയുടെ മീൻ പോയില്ല, അത് ഞാൻ ഹാപ്പിയാണ്,
മീൻ കുഴപ്പമൊന്നുമില്ല. എന്നാൽ പിന്നെ പകുതി നമ്മുടെ ജീവൻ വീണു. മാങ്ങ എഫക്റ്റ് ആയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ വരാൻ കാര്യമല്ലോ, ഞാൻ ഇത്രയും പൈസയും തന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് സാർ വിഷമിക്കേണ്ട, ഞാൻ പാക്കറ്റ് തിരിച്ച് ബാക്കിയുള്ള ഞാൻ എടുത്തോളാം, സാറ് നഷ്ടം സഹിക്കേണ്ട, ഞാനും ഉപയോഗിക്കുന്നുള്ളൂ, എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. അന്നേരം പുള്ളി പറഞ്ഞത് ഇതാണ്, എന്തായാലും ഞാനൊരു ഒരാഴ്ച കൊണ്ട് കൃത്യമായിട്ട് പറയാമെന്ന് പറഞ്ഞു. അത് ഞാൻ വീണ്ടും ഇടയ്ക്കൊന്ന് വിളിക്കുക, എങ്ങനെയുണ്ട് പറയാറായിട്ടില്ല എന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു സംഭവം 100% സക്സസ് ആണ്, ഒന്നും പോയിട്ടില്ല. ഞാൻ ആദ്യം വിചാരിച്ച് രക്ഷപ്പെട്ടില്ലെന്ന് വിചാരിച്ചു, മാങ്ങായും പോയില്ല, മീനും പോയില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ കുറേ കൂട്ടുകാരെ ഇവിടെ വിളിച്ചു കൂട്ടി ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ, പുള്ളിയുടെ കൂട്ടുകാരനുണ്ടോ, ഡോക്ടറല്ല കുറേ ആൾക്കാരുണ്ട് അവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിൽ ഇരിക്കുന്ന പ്രോഡക്റ്റ് അത്രയും സേഫ് പ്രോഡക്റ്റാണ്. നമ്മൾ റെസ്പോൺസിബിൾ ആയാൽ മാത്രം മതി. ഇവിടെ മാർക്കറ്റിന് അത്ര നീഡുണ്ട്. നമ്മൾ ഒരു ആർത്തിയും കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആർത്തി കാണിക്കേണ്ടത് കൂടുതൽ ഏരിയയിലേക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട്, പുതിയ ആൾക്കാരെ ബിസിനസ് ചെയ്യാനായിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതിലാണ് നമ്മൾ ആർത്തി ഉണ്ടാക്കേണ്ടത്.